കുഞ്ഞിച്ചോ മിനസാൻ നാനും മിഷിൻ്റെ എപ്പിസോഡ് 52 ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സീസൺ 1 സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഗൈസ്, നാളത്തെ എപ്പിസോഡ് അതായത് എപ്പിസോഡ് 53 ആയിരിക്കും നാനും മിഷിൻ്റെ സീസൺ 1 ഫൈനൽ എപ്പിസോഡ്. പക്ഷേ പേടിക്കണ്ട കേട്ടോ, ഇത് ഓൾമോസ്റ്റ് ഇനിയും ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് കിടപ്പുണ്ട്. നമ്മൾ അടുത്ത ദിവസം തന്നെ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുന്നു വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന് മുമ്പ് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കാനുണ്ട്. മറ്റാരുമില്ല, നമ്മുടെ അനുഗ്രഫ് ബ്രോ ആണ്. 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ബ്രോ പറഞ്ഞത് ലെജൻഡ് ഓഫ് ദി നോർത്തേൺ ബ്ലഡ് മാൻ ഹോ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ്. ആൻഡ് ബ്രോ ഞാൻ കറന്റ് ഇപ്പോൾ ചെയ്യുന്നില്ല, ബിക്കോസ് നാനോ മിഷൻ കഴിയുന്നിടത്ത് നമുക്ക് മറ്റൊരു മാൻഹോ ചെയ്യാനുണ്ട്. അത് നാനോ മിഷൻ്റെ പ്രീക്വലാണ്. ചുരുക്കം പറഞ്ഞാൽ ദി ഫസ്റ്റ് ഹെവലി ഡീം ഉണ്ടല്ലോ, നമ്മുടെ ചിയോൺ അതായത് ഇയോൺ ചിയോൺ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു സോഡിൻ്റെ ഓണറിൻ്റെ കഥ. അത് സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ബ്രൂട്ടലാണ് കേട്ടോ. ആ ഒരു സീരീസും കൂടെ ഉണ്ട്. അതെന്തായാലും നാനോ മിഷൻ എൻ്റെ അതിന് ശേഷം നമ്മൾ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിതിനെപ്പറ്റി ആലോചിക്കാം. ആൻഡ് രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞത് നമ്മുടെ അബ്ദുൽ ഹാദിയാണ്. വീണ്ടും അബ്ദുൽ ഹാദി 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ബ്രോ, രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് പറയുവാണ്. പിന്നുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ശ്രീദേവ് ബ്രോ ആണ്. നമ്മുടെ മെമ്പർ കൂടിയാണ് കേട്ടോ. സോ ശ്രീദേവ് ബ്രോ, റിയലി താങ്ക്സ് ഫോർ ദി 200 റുപ്പീസ് സൂപ്പർ താങ്ക്സ്. റിയലി താങ്ക്സ് ഞാൻ പറയുവാണ്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് എടുക്കാം. നിങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്നും എനിക്കറിയാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഡിമോണിക് ഡിവൈൻ കൾട്ടിന്റെ ആ ഒരു ഇന്നറായുള്ള മെഡിക്കൽ പാവലിയനാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ റെസ്പെക്ട്സ് ഹെവൻലി ഡിവനെ അർപ്പിക്കുന്നു. ഡിമോണിക് ഫിസിഷ്യൻ, ഗ്രേറ്റ് വർക്ക്. ഒരിക്കലുമല്ല, ഞാൻ ഇവിടുത്തെ മെയിൻ ഫിസിഷ്യൻ എന്ന രീതിയിൽ എൻ്റെ ജോലി മാത്രമാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ ചില കാര്യത്തിൽ ഇപ്പോഴും ലാക്ക് ചെയ്യുന്നു. താങ്കൾ പറഞ്ഞ പല മെഡിക്കൽ ടെക്നിക്കും എനിക്കിപ്പോഴും, അതുകൊണ്ട് താങ്കൾ പറയുന്ന എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പിന്നെ കാണിക്കുന്നത് അവൻ ഉച്ചത്തിൽ കിടന്ന് കാർന്നാണ്. ചുരുക്കം പറഞ്ഞാൽ ഹെവൻലി ഡീമനായിട്ടുള്ള ഇയോൻ്റെ അച്ഛൻ. അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ ഹയ്യോൺ. ആ ഒരു സത്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമായിരുന്നു. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഞാൻ ഇവിടേക്ക് വന്നത് മറ്റൊരു റീസൺ കൊണ്ടാണ്. ആ ഒരു ബാങ്കറ്റ് ഹാളിൽ വെച്ച് നടന്ന ആ ഒരു ഇൻസിഡൻ്റ് ഇല്ലേ, അതിലെ ആ ഒരു ഡ്രഗൊക്കെ താങ്കൾ അനലൈസ് ചെയ്തോ? അല്ല, താങ്കൾ പറയുന്നത് ഒപ്പിയത്തിനെ പറ്റിയാണോ? ആണെങ്കിൽ ഞാൻ അത് അനലൈസ് ചെയ്തിരുന്നു. പക്ഷേ എന്തിനാണ് താങ്കൾ ചോദിച്ചത്? അപ്പോഴേക്കും ഇയോണൊന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദി ഗ്രേറ്റ് ഹാളാണ്. അപ്പോഴാണ് അവർ പറയുന്നത് ദി ഹെവൻലി ഡിമൻ ഇതാ കടന്നു വരുന്നു. പിന്നെ കാണിക്കുന്ന ഇയോൺ അവിടേക്ക് നടന്ന് വരുന്നതാണ്. ഹെവൻലി ഡിമൻ വിജയിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും തന്നെ ഉച്ചത്തിൽ അലറുകയും ചെയ്യും. എന്നാൽ അപ്പോഴാണ് ഇയോൺ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതെന്താണ്, ഹെവൻലി ഡീമൻ്റെ ത്രോണിൻ്റെ സൈഡിൽ മറ്റൊരു കസേരയോ? ആ സമയത്ത് തന്നെ ബാക്കിയുള്ള എൽഡേഴ്സ് പറയുകയും ചെയ്യും, ഞങ്ങൾ താങ്കളെ അക്നോളജ് ചെയ്തു, താങ്കളുടെ കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷേ സിറ്റുവേഷനൊക്കെ കംപ്ലീറ്റ്ലി ഇപ്പോൾ സെറ്റിലായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് താങ്കളും കൂടെ തരണം, എങ്കിലേ ഇതങ്ങോട്ട് പൂർത്തിയാകത്തുള്ളല്ലോ. എന്നാൽ ഇതേ സമയം നമ്മുടെ ഇയോണായിട്ട് ഒന്ന് ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് അതിലൊന്ന് തൊടുകയും ചെയ്യും. പെട്ടെന്നാണ് എൽഡർ ബൂ ഒന്ന് ഞെട്ടിയത്. കാര്യം ഇയോൺ കയറി ആ ഒരു ഒറിജിനൽ ത്രോണിലാണ് ഇരുന്നത്. ഹെവൻലി ഡീമൻ ആ ഒരു സീറ്റ് പെട്ടെന്നായിരുന്നു അതിലെ ക്രാക്കൊക്കെ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് ആ ഒരു കസേര കംപ്ലീറ്റ്ലി നശിച്ച് നേരെ നിലത്തേക്ക് വീണു. കസേരയോ? ഞാനിവിടെ മറ്റൊന്നും ഇനി കാണുന്നില്ലല്ലോ. ഈ സമയത്ത് എൽഡർ ബൂവിന് അവൻ്റെ കണ്ണിൽ പോലും നോക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ആ ഇന്റേണൽ പവേഴ്സ് യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നു. ഇത് കംപ്ലീറ്റ്ലി റെക്ലെസ് ആണ്. വെയിറ്റ് ചെയ്യ്, ഇപ്പം അതിനുള്ള സമയമല്ല. എൽഡേഴ്സിൻ്റെ പൊസിഷൻ അത് വീണ്ടും പഴയ പോലെ ആക്കുന്നതാണ് ഏറ്റവും ടോപ്പായുള്ള പ്രയോറിറ്റി. ആ സമയത്ത് എല്ലാ ബൂ പിന്നെ ഉച്ചത്തിൽ പറയുകയും ചെയ്യും. അപ്പം നമുക്ക് മീറ്റിംഗ് തുടങ്ങുന്നതാണ്. നമ്മുടെ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് തേർഡ് എൽഡർ ഒന്ന് നിൽക്കണം. നമുക്ക് അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്. ദി ഹെവൻലി ഡീമൻ ഇനോഗ്രേഷൻ സെറിമണി. എന്ത് ഹെവൻലി ഡീമൻ ഇനോഗ്രേഷൻ സെറിമണിയോ? ഞാനിത് കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്യുന്നു ഗ്രാൻഡ് ഗാർഡിയൻ. അതല്ലായിരുന്നു നമ്മുടെ അജണ്ട. ശരിയാണ്, അത് നമുക്കിവിടെ പറയേണ്ട കാര്യമില്ല. നമുക്ക് മറ്റു ഇഷ്ടംപോലെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ? അല്ല, ഇത് കുറച്ച് നേരത്തെയായിപ്പോലെ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹെവൻലി ഡീമൻ ഒന്ന് എഴുന്നേക്കുന്നവരെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്തൂടെ? ഈ സമയത്ത് തന്നെ അവരെല്ലാവരും ഒന്ന് സൈലൻ്റായി. ഇവന്മാർക്കാർക്കും നേരിന്ന് സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇല്ലേ? എല്ലാം വിട്ടുകളാണല്ലോ. ഇവന്മാർക്കൊന്നും കാര്യം സത്യം പറഞ്ഞാൽ മനസ്സിലാകാനായിട്ടാണ് സുപ്രീം ഹെവൻലി ഡീമൻ അദ്ദേഹത്തിന് ഹെവൻലി ഡീമൻ ആക്കിയത് പോലല്ലേ ഇവൻ ശരിക്കും അക്കാഡമിയിൽ നിന്ന് തന്നെ അവൻ്റെ പവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് ചെയ്താണ് അവൻ ഇവിടം വരെ എത്തിയത്. ഇവനെങ്ങനെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 6 ഹെഡ്സിൻ്റെ ആ ഒരു പവർ നശിക്കുന്നതായിരിക്കും. ഓൾറെഡി തന്നെ 6 ഹെഡ്സിന് പണ്ടത്തെ അത്രയും പവറും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ ഇവിടെ ഒബ്ജക്ഷൻ ഉള്ളൂ. ആ സമയത്ത് തന്നെ അവർ ബാക്കിയുള്ള എൽഡേഴ്സിനെ നോക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ അവരുടെ മുഖം തിരിച്ചു കളയുകയാണ്.
മോഹോങ്ങിനെ ഇന്നലെ രാത്രി പോയി കണ്ടത് എന്തായാലും നന്നായി. അദ്ദേഹത്തിന് യങ് മാസ്റ്ററിന് ഇതെന്തായാലും ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും. നാശം, വോട്ടിങ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റ് ഇവിടെ തോക്കുമല്ലോ. ഞങ്ങൾ എൽഡേഴ്സ് അല്ലാതെ ബാക്കി ഒരു എൽഡേഴ്സ് പോലും അവനെ ഈവൻ സ്മോൾ സെറ്റ് വരെ അവന് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇവരല്ലാതെ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? പെട്ടെന്നാണ് ഒരുത്തൻ കൈവക്കിയത്. അദ്ദേഹത്തിന് മാത്രമല്ല ഞങ്ങൾക്കും ഒബ്ജക്ഷൻ ഉണ്ട്. ഇത്രയും പേര് മാത്രമല്ലോ ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ലല്ലോ. ഇവന്മാരെല്ലാവരും വിഡ്ഢികളാണ്. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ദി ഹെവൻലി ഡീമനും അത് മാത്രമല്ല ഈ 6 ഇപ്പോഴും പണ്ടത്തെ അത്രയും അതോറിറ്റിയും പവറും ഉണ്ടെന്നോ? എങ്കിൽ അതല്ല നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. നാശം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹെവലി ഡീമൻ ഇത് നമ്മുടെ കൾട്ടിന്റെ ഒരു പ്രോസസ് മാത്രമാണ്. താങ്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഹെവലി ഡീമൻ എനിമീസിന്റെ ട്രിക്സിൽ പെട്ടുപോയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു ഇനാഗ്രേഷൻ സെറമണി കുറച്ചു നാളത്തേക്ക് മുന്നിലേക്ക് നീട്ടേണ്ടതാണ്. നമ്മുടെ ഹെവലി ഡീമൻ ഒന്ന് എഴുന്നേക്കുന്നവരെ മാത്രം. അപ്പോൾ ഹെവലി ഡീമന്റെ തലയിലേക്ക് അവൻ ഇനാഗ്രേഷൻ സെറമണി പതുക്കെ മാറ്റുവാണല്ലേ? പക്ഷേ അതത്ര നല്ലതല്ലോ. കാര്യം ആക്ടിങ് ഹെവൻലി ഡീവന് ഇത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊള്ളാം, നീ അപ്പോൾ ഡിവൈൻ ഫിസിഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ? ദി കറന്റ് ഹെവൻലി ഡീമന് ഇപ്പം എന്തായാലും ഉടനെ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാകത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ആ ഒരു സുപ്രീം അല്ല സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് ഇപ്പോൾ അവരുടെ ടെറിട്ടറി വരെ പിടിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ സമയത്ത് നമ്മളിവിടെ ഒരാളില്ലെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ ഡിമോണിക് ഫിസിഷ്യനെ അതിനിപ്പോൾ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മറ്റു വഴികളാണ് തിരയേണ്ടത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈൻ ഫിസിഷ്യനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്കൾ തന്നെ ആലോചിച്ച് നോക്ക്. പിന്നെ നമ്മുടെ ലീഡർ എന്ന് പറയുന്നത് ഇപ്പോഴും ദി കറന്റ് ഹെവൻലി ഡീമനാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് അത് കംപ്ലീറ്റ്ലി ഇറാഷണലാണ്. അപ്പോൾ അവന്മാർ വീണ്ടും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും അവനിപ്പോൾ ഇത് വൈകിപ്പിച്ചുകൊണ്ട് അവൻ്റെ സെക്റ്റിൻ്റെ ആ ഒരു പവർ റിഗെയിൻ ചെയ്യാനായിരിക്കും നോക്കുന്നത്. ഹെവൻലി ഡീമൻ എഴുന്നേക്കാത്ത വശം ഞാൻ എന്തായാലും ഇനി മുതൽ ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാകുന്നതല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ആ 3 എൽഡേഴ്സും പറയുകയും ചെയ്യും. എന്നിട്ട് അവർ തിരിച്ച് നടക്കുന്നുണ്ട്. ആരെയും പുറത്തുവിടല്ലേ? വേണ്ട, അവരെ വിട്ടേക്ക്. അല്ല, ഇതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പം നമുക്ക് നമ്മുടെ ശത്രുക്കളേതാ നമ്മുടെ മിത്രങ്ങളേതാന്ന് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം 9 മണിയാണ്. അതായത് ഇന്നറുള്ള ബാങ്കറ്റ് ഹാളാണ്. അവിടെയായിട്ട് ആ 3 എൽഡേഴ്സും ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അവൾ പറയുകയും ചെയ്യും, എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലർബു താങ്കളുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തെന്ന്. സത്യമാണ്, അവർ നമ്മുടെ റിക്വസ്റ്റൊക്കെ കേൾക്കുമെന്ന് മാത്രമല്ല നമ്മളിവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാനൊരു ട്രാപ്പാണെന്ന് ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇതൊരു ട്രാപ്പായിരിക്കുമെന്ന്. കാര്യം ഇവിടെ അത്രത്തോളം കെയർഫുൾ ആയിട്ടാണ് അവർ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതല്ലേ? താമസിച്ചതിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇയോൺ ചിയോൺ അവിടേക്ക് നടന്നു വരും. ആക്ടിങ് ഹെവൻലി ഡീമൻ, ഞങ്ങൾ ഞങ്ങളുടെ റെസ്പെക്ട് നേരുന്നു. ഇരിക്കി നമുക്ക് എന്തായാലും ഫീസ്റ്റ് നിന്ന് തന്നെ തുടങ്ങാം. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക് ഒഴിച്ച് അവൻ തന്നെ ആദ്യം കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഫുഡിലൊന്നും അവനൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി എന്തായാലും സമാധാനത്തോടെ ഈ ഒരു ബാങ്കറ്റ് നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മുടെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യത്തെ 3 എൽഡേഴ്സിൻ്റെ ആ ഒരു പൊസിഷൻ കംപ്ലീറ്റ്ലി എം ടി ആണ്. അവിടേക്ക് നമ്മൾ എത്തണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് സെറ്റാക്കാം. ആദ്യത്തെ 6 എൽഡേഴ്സിൻ്റെ പവർ തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് തിരിച്ചുകൊണ്ട് 3 എൽഡേഴ്സിന് വേണ്ടി അത് മാറ്റണം. അതായിരിക്കും ഏറ്റവും ബെറ്റർ ഉള്ള ചാൻസ്. ഈവൻ ഹെവൻലി ഡീമിൻ്റെ പൊസിഷൻ വരെ ഇത്ര നാൾ മോണിപ്ലേസ് ചെയ്തിട്ടുണ്ടിരുന്നത് ഷാർഡ് സെറ്റും ഷോർട്ട് സെറ്റും ആയിരുന്നു കഴിഞ്ഞ 100 വർഷത്തേക്ക്. ഇനി എന്തായാലും അങ്ങനെ സംഭവിക്കത്തുമില്ല. ഇതേ സമയം കുറച്ച് പേര് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയെന്നല്ല വിഭവങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ടല്ലേ? ഇതെന്തായാലും കൊള്ളാം. ശരിക്കും ലക്ഷറീസ് ഉള്ള ഫുഡാണല്ലോ. ആ സമയത്താണ് ഒരു പശുവിനെ അവരവിടേക്ക് ഉന്തി കൊണ്ടുവന്നത്. എന്നിട്ടൊരു ബുച്ചറാട്ടെ തൻ്റെ കത്തി എടുത്തിട്ട് അതിനെ അറുത്ത് കഷ്ണങ്ങളാക്കി മുറിച്ച് അവിടെ വെച്ച് തന്നെ അത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും കൊള്ളാം. ഫ്രഷ്ലി കട്ട് ചെയ്ത ബീഫ് ചാർക്കോൾ ഇട്ട് വേവിക്കുന്നു. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്തായാലും എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് എൽഡർ ബൂ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഞങ്ങൾക്ക് സർപ്രൈസ് ആയി. താങ്കളിത് നേരത്തെ തന്നെ ഞങ്ങൾക്ക് തരേണ്ടതായിരുന്നല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നെഗോഷിയേഷനെ പറ്റി സംസാരിച്ചല്ലോ. അതിനു മുമ്പ് ഡെലിക്കസി താങ്കൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? എന്ത് ഡെലിക്കസിയോ? അതെ, അത് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് കഴിച്ച ഒരു ഫുഡാണ്. ശരിക്കും ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ബീജിങ്ങിലൊക്കെ ഇത് ശരിക്കും ഫേമസ് ആണ്. സോ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് നമ്മൾ മുന്നേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തൽക്കാലം നമുക്ക് ഡെലിക്കസി കഴിച്ചുകൊണ്ട് തുടങ്ങിയാലോ? പിന്നെ കാണിക്കുന്നത് ഇവൻ അവിടുന്ന് എഴുന്നേറ്റ് ആ ഒരു പശുവിൻ്റെ അടുത്തേക്ക് നടക്കുന്നതാണ്. അവൻ എന്തോന്ന് പറയുകയും ചെയ്യും. അതിനുശേഷം അവൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി മേടിച്ച് അവൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് അതിനെ അവൻ അറുക്കുന്നതാണ്. അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു പശുവിൻ്റെ ഹൃദയം അവൻ നില പുറത്തേക്കെടുത്തു. എന്നിട്ട് അത് ക്ലീനായിട്ട് മുറിച്ച് പല പല ഈക്വലുള്ള കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് അവർക്ക് സെർവ് ചെയ്യും. അല്ല, ഇതെന്താണ്
പശുവിൻ്റെ ഹൃദയമല്ലേ അത് റോ ആയിട്ട് ഈ നിങ്ങളുടെ അടുത്ത് ആ ഒരു ഉപ്പും കൂട്ടി പിന്നെ ഞാൻ മേട്ടുള്ള ആ ഒരു സ്പെഷ്യലുള്ള സോസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി ശരിക്കും ടേസ്റ്റ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത് കൊള്ളാം, ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അവൻ പോകുകയും ചെയ്യും. ഇവൻ അല്ലെങ്കിലും ഇങ്ങനെയാണ്, എല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവനത് ടേസ്റ്റ് ചെയ്യുന്നതാണ്. അവന് ശരിക്കും ഇഷ്ടപ്പെട്ടു. എൽഡർ ബൂവും അതേപോലെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും. അല്ല, ഡെലിക്കസി ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ അവൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതെൻ്റെ ടേസ്റ്റ് അല്ല. അപ്പം നിങ്ങൾ എന്തായാലും ഡെലിക്കസി കഴിച്ചു, ഇനി നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അതെ, നമുക്ക് എന്തായാലും നെഗോഷിയേഷനെ പറ്റി സംസാരിക്കാം. അല്ല, അതിനു മുമ്പ് എൻ്റെ കണ്ടീഷനെ പറ്റി ഞാൻ പറയണ്ടേ? കണ്ടീഷനോ? താങ്കൾ എന്താണ് പറയുന്നത്? നെഗോഷിയേഷൻ എന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്കും പറ്റുന്ന രീതിയിലല്ലേ? അപ്പോൾ എൻ്റെ കാര്യങ്ങളും കൂടെ നിങ്ങൾ കേൾക്കണ്ടേ? മനസ്സിലായി, താങ്കൾ പറഞ്ഞോളൂ. ആദ്യമായി തന്നെ 6 ഗ്രേറ്റ് സെക്ട് എന്ന ആ ഒരു എക്സിസ്റ്റിംഗ് ആയുള്ള സിസ്റ്റം ഞാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പോകുവാണ്. മൈലോഡ്, താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ സംസാരിച്ച് തീർന്നില്ല. ഓക്കെ, താങ്കൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഇതിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഉള്ള എൽഡർ സിസ്റ്റം കംപ്ലീറ്റ്ലി റിവോക്ക് ചെയ്യാനായിട്ട് പോകുവാണ്. അത് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. പകരം ഇത്തവണ പൊസിഷൻ കിട്ടാൻ പോകുന്ന സ്ട്രെങ്തിനനുസരിച്ചായിരിക്കും. സോ ഒരു എൽഡർ എന്തുമാത്രം സ്ട്രോങ് ആണോ അതിനനുസരിച്ചായിരിക്കും അവരുടെ റാങ്കും വരാൻ പോകുന്നത്. അല്ല, ഇതെന്താണ്? ഇനി എൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സെക്റ്റിലെ ഒരു കൾട്ടിന് ഒരു ട്രൂപ്പ് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് ഗ്രൂപ്പ് മാത്രം മതി. അതിൽ കൂടുതലാണെങ്കിൽ കൾട്ടിന് താഴത്തേക്ക് അവരെ വിട്ട് തരേണ്ടതാണ്. ഇതും കൂടെ കേട്ടപ്പോൾ എൽഡർ ബൂവിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും പോയി. അവ നേരെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മേശ തല്ലി പൊട്ടിക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് ഗ്രാൻഡ് ഗാർഡിയൻ അവിടെ നേരെ ചാടി എന്നിട്ട് അവൻ്റെ കഴുത്തിൽ പോയി കത്തി വെക്കുകയും ചെയ്യും. നീ ഇപ്പം എന്തിനെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്? അത് കൊള്ളാം, ഇതൊരു ഫ്രണ്ട്ലി നെഗോഷിയേഷനല്ലേ? താങ്കൾ മറന്നുപോയോ? ഇതാണോ നെഗോഷിയേഷൻ? ഇത് താങ്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് മാത്രമല്ല, താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി എനിമീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാം, നിങ്ങളെ ശത്രുക്കളാക്കാനാണെങ്കിൽ ഞാൻ ഇവിടേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടേക്ക് വന്നത് ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഗ്രാൻഡ് ഗാർഡിയനായിട്ട് മാത്രമാണ്. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ നല്ല ചോദിക്കേ. ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഞങ്ങളുടെ 3 പേരുടെ സെറ്റിന്റെ പവർ തന്നെയല്ലേ ഇവിടെ പോകാൻ പോകുന്നത്? താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മൈലോഡ്, താങ്കൾ ഇതിനെപ്പറ്റി ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഫൈറ്റിംഗ് ഫോഴ്സിന്റെ എൻ്റർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അതെ, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ നെഗോഷിയേഷൻ മുന്നിലേക്ക് വെച്ചത്. അപ്പോൾ താങ്കൾക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഫൈറ്റിംഗ് ഫോഴ്സിന്റെ 20% കൾട്ടിലുള്ള ഇതുപോലത്തെ സ്ട്രെങ്ത് ആണെന്ന്. അത് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം താങ്കൾക്ക് എന്താണെന്ന് ഊഹിക്കാനെങ്കിലും സാധിക്കുമോ? അത് മാത്രമല്ല, ഇപ്പോൾ സുപ്രീമുള്ള സേബർ സെക്ടീവ് 6 മാർഷൽ ആർട്സ് ഉള്ള അത്രയും കാലം താങ്കൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാനും പറ്റുമോ? എൽഡർ ബൂ, താങ്കൾ ദി ലോഡിനെ ഇപ്പോൾ ത്രറ്റൻ ചെയ്തുകൊണ്ടിരിക്കുവാണോ? അപ്പം നിന്നോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്ക് തോന്നിയായിരുന്നു. അടുത്ത സെക്കൻഡിലാണ് അവനത് പറഞ്ഞത്. മുട്ടുകുത്തി നിൽക്കെല്ലാം പെട്ടെന്നായിരുന്നു അവർക്ക് എവിടുന്നോ ഇല്ലാത്ത ഒരു വേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങിയത്. അല്ല, ഇതെന്താണ്? എൻ്റെ ഹൃദയം, എൻ്റെ കോറിൻ്റെ അന്ന് ശരിക്കും വേദന വരുന്നു. എനിക്ക് എൻ്റെ ഇൻറ്റേർണൽ എനർജി യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് 3 പേർക്കും എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്ന് അവർ നിലത്തേക്ക് മുട്ടുകുത്തി നിന്നു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ വേദന പോയില്ലോ. നീ എന്താണ് ഞങ്ങളുടെ മേത്ത് ചെയ്തത്? നിങ്ങളുടെ മേത്തോ? ഗു പോയിസൺ. ഇതൊരു പെർഫെക്റ്റ് അല്ല പോയിസണാണ്. നിന്നേക്കെ പോലുള്ളവന്മാർക്ക് പറ്റിയൊരു പോയിസൺ. ഗു പോയിസനോ? അതെ, ഗു പോയിസൺ. നീയൊക്കെ കുറച്ചു മുമ്പ് പോയിച്ച ആ ഒരു പശുവില്ല, അതിന് ഞാൻ ഗു പോയിസൺ കൊടുത്തിരുന്നു. ഈ ഗു പോയിസണിന് പ്രത്യേകത ഉണ്ട്. അത് ഹൃദയത്തിൽ മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. ആ ഒരു ഹൃദയമാണ് ഡെലിക്കസി എന്ന രൂപത്തിൽ നിങ്ങൾ ഇച്ചിരി മുമ്പ് കഴിച്ചത് തന്നെ. പെട്ടെന്നായിരുന്നു നമ്മുടെ എൽഡർ ജാ ഉച്ചത്തിൽ കടന്ന് നിലവിളിക്കാണ്ട് തുടങ്ങിയത്. എൽഡർ ജാ, എന്ത് പറ്റി? അത് വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ ഇന്റേണൽ എനർജി യൂസ് ചെയ്ത് ആ ഒരു പോയിസൺ റിമൂവ് ചെയ്യാനായിട്ട് നോക്കിയതാണ്. നടക്കത്തില്ല. ഈ ഒരു ഗൂ പോയിസൺ എന്ന് പറയുന്നത് നോർമലി ഒരു പോയിസൺ അല്ല. ഇതുണ്ടാക്കിയത് തന്നെ നമ്മുടെ ഫൗണ്ടിങ് അല്ല ഹെവൻലി ഡീമൻ ആണ്. ആൻഡ് ഇത് കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഈ ഹെവൻലി ഡീമൻ്റെ എനർജി യൂസ് ചെയ്താണ്. നിങ്ങളെങ്ങാനും എനിക്കെതിരെ തിരിഞ്ഞാലോ, എനിക്ക് അപകടകരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ, നിങ്ങൾ വേദനിച്ച് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതായിരിക്കും. ഹെവൻലി ഡീമൻ ക്രിയേറ്റ് ചെയ്ത ഗൂ പോയിസനോ? ഇവൻ ഞങ്ങളെ കംപ്ലീറ്റ്ലി പൂട്ടിയല്ലോ. അതേപോലെ എൻ്റെ 4th കണ്ടീഷൻ പറയാൻ മറന്നുപോയല്ലേ. 4th കണ്ടീഷനോ? എനിക്ക് ഓഫറിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. നമ്മുടെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അല്ല ഇപ്പം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഭാര്യമാരുടെ ഒരു കൈ എൻ്റെ ഓഫീസിൽ നാളെ
എത്തേണ്ടതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇയോൺ ചിയോന്റെ ആ ഒരു ഓഫീസാണ്. ഞാൻ വിചാരിച്ച് ഈ എൽഡേഴ്സിനൊക്കെ അറ്റ്ലീസ്റ്റ് സെൽഫ് റെസ്പെക്റ്റ് എങ്കിലും കാണുമെന്ന്. പക്ഷേ അവന്മാരുടെ ജീവൻ തന്നെയാണല്ലേ വലുത്. എൽഡർ ജായ്ക്ക് എന്തായാലും ഒരു ഓഫറിങ് നടത്തേണ്ടി വന്നില്ല. കാര്യം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചിരുന്നു. ആൻഡ് ഞാൻ ഇവരൊക്കെ വിചാരിച്ചത് കൊന്നുകളയെന്നാണ്. പക്ഷേ ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവരെന്തായാലും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് ബെറ്റർ. കാര്യം ഇപ്പം നമ്മുടെ സെറ്റിൻ്റെ പവർ അത് കുറച്ച് കുറവാണ്. ഞാൻ ആദ്യം നമ്മുടെ ഇന്റേണൽ എനിമീസിനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എങ്ങനെയാണ് എനിമീസിനെ തടയാൻ സാധിക്കുന്നത്? അത് മാത്രമല്ല നമ്മുടെ ഫോഴ്സും ശരിക്കും ഇനി കൂട്ടേണ്ടതാണ്. എന്തായാലും ഞാൻ ഇനി മുതൽ ഇവിടെയുള്ള മാർഷ്യൽ മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ പോകുവാണ്. അതത്ര താമസിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മൈലോഡ്, താങ്കളെ ഫോർമൽ റോബ് എടുത്ത് ഇടേണ്ടതാണ്. സമയം എത്തിയിരിക്കുന്നു. ഓ, സമയം എത്തിയോ? പിന്നെ കാണിക്കുന്നത് ഹെവലി ഡീമൺ കൾട്ടിൻ്റെ ആ ഒരു അസംബ്ലിംഗ് പാവലിയനാണ്. അവിടെയായിട്ട് ഒത്തിരിയധികം പേര് നിപ്പോണ്ടായിരുന്നു. നിങ്ങൾ എന്ത് കാണിക്കുവാണ്? മുന്നിൽ നിന്ന് മാറി, ഞങ്ങൾക്കും കണ്ടേ ഞങ്ങളുടെ പുതിയ ലോഡിനൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ളവരെല്ലാവരും തന്നെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അതേസമയത്ത് തന്നെ അവിടെ ഡ്രംസൊക്കെ കൊട്ടുകയും ചെയ്യും. അല്ല എടാ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടങ്ങുമെന്നാണ്. അപ്പോൾ ഇനോഗ്രേഷൻ ഇപ്പോൾ തുടങ്ങുമല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ലീഗിൽ നിന്ന് കൾട്ട് ലീഡറിലേക്കാണ് എത്താൻ പോകുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി ടച്ച്ഡാണ്. നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. എല്ലാം ഇന്നലെ തുടങ്ങിയതുപോലുണ്ട്. എനിക്ക് ഒട്ടും തന്നെ ഒന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എടാ, പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഹിയോബോങ്ങിനെ പറ്റി ചിന്തിച്ചോ? അവനിപ്പോൾ എന്തുമാത്രം സങ്കടത്തിലായിരിക്കും. അതിന് മൈ ലീഗിൻ്റെ അടുത്ത് അവന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കും. എന്ത് ചെയ്യാനാണ്? നമുക്ക് ഇത്രയും ദൂരത്ത് നിന്ന് ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളല്ലോ. അല്ല, അതിന് നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. വാർഡൻ റാങ്കും അതിൻ്റെ മുകളിലേക്കുള്ളവർക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അതവൻ അറിയാവുന്ന കാര്യമല്ലേ? ശരിയാണ്. പക്ഷേ എങ്കിലും പാവമുണ്ടല്ലേ. ഇനോഗ്രേഷൻ സെറമണി ഇപ്പോൾ തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കേണ്ടതാണ്. പെട്ടെന്നാണ് അവർ തിരിഞ്ഞു നോക്കിയത്. അല്ല, ആ കാണുന്നത് ഞാൻ അവൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. ആൻഡ് അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ഹിയോബോങ് ആയിരുന്നു. ഹിയോബോങ്, നീയോ? ഓ, വെറുതെ നമ്മൾ അവനെ പറ്റി ഓർത്ത് വിഷമിച്ചല്ലേ. അവനെന്തായാലും ഹാപ്പിയാണ്. ശരിയാണ് നീ പറഞ്ഞത്. ഇതേ സമയത്ത് തന്നെ അവർ വീണ്ടും ആ ഒരു ഉച്ചയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സാർമ ആ ഒരു ഹെവൻലി ഡീമൺ അതോറിറ്റിയുമായിട്ട് മുന്നിലേക്ക് കടന്ന് വരുന്നതാണ്. ഹെവൻലി ഡീമൺ കൾട്ട് വിജയിക്കട്ടെ, ഹെവൻലി ഡീമൺ കൾട്ട് വിജയിക്കട്ടെ നമ്മുടെ അവരെല്ലാവരും ഉച്ചത്തി അലർന്നുകൊണ്ട്. ദി ഗ്രേറ്റ് ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ ഫോളോവേഴ്സ് എല്ലാവരും തന്നെ ഡീമൺ അതോറിറ്റിനെ ഗ്രീറ്റ് ചെയ്യേണ്ടതാണ്. ഹെവൻലി ഡീമൺ കൾട്ട് വിജയിക്കട്ടെ എന്ന് അവരെല്ലാവരും ഉച്ചത്തി അലറാൻ തുടങ്ങി. ദി ഗ്രേറ്റ് ഹെവൻലി ഡീമന്റെ ഇനോഗ്രേഷൻ സെറമണി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ സമയത്താണ് അവൻ നേരെ മുന്നിലേക്ക് നടന്നു വന്നത് നമ്മുടെ ഇയോൺ ചിയോൺ. അവൻ്റെ ഫോളോവേഴ്സിൻ്റെ മുമ്പിൽ കൂടെ നടന്നു വരികയായിരുന്നു. അവരെല്ലാവരും തന്നെ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു. അവർ പറയുന്നുണ്ട്, കൾട്ട് ലീഡർ, ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ് താങ്കളെ ഇങ്ങനെ കാണാനായിട്ട്. ആ സമയത്ത് ഗു പറയുകയും ചെയ്യും, കൾട്ട് ലീഡർ, കൺഗ്രാജുലേഷൻസ്. ഇനി എനിക്ക് താങ്കളെ ഞങ്ങളോടൊന്ന് വിളിക്കാൻ സാധിക്കത്തില്ലല്ലേ. ആ സമയത്ത് അവൻ ഗുവിനെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്യും. പെട്ടെന്നാണ് സർ സിയോപങ് പറഞ്ഞത്, ഡാ നോക്കടാ, എൻ്റെ ചെറുക്കനാണ് നമ്മുടെ കൾട്ട് ലീഡർ ആയിരിക്കുന്നത്. മിണ്ടാതിരി, നാശം. ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ ജലസാണല്ലോ. അത് കഴിഞ്ഞ് കാണാൻ സാധിക്കുന്നത് ഇയോനായിട്ട് എൽഡേഴ്സും പിന്നെ റോയൽ ബോഡി ഗാർഡ്സിൻ്റെ മുമ്പിൽ കൂടെ നടന്ന് അവിടേക്ക് വരുന്നതാണ്. അവൻ നേരെ നടന്ന് ആ സ്റ്റെപ്പ് കയറി. ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, അമ്മ, എനിക്ക് അവസാനം ആ ഒരു പവേഴ്സ് കിട്ടിയിരിക്കുന്നു. അവരെല്ലാവരും ഇനി വിഷമിക്കും. ഞാൻ നമ്മുടെ കൾട്ടിനെ ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും. ഇനി ഒരിക്കലും നമ്മുടെ കൾട്ടിന് ഇങ്ങനൊരവസ്ഥ ഞാൻ ഉണ്ടാക്കത്തുമില്ല. ഇതേ സമയം ഇയോനോട്ടെ മുകളിൽ ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ തന്നെ ഒന്ന് ഞെട്ടിത്തെറിച്ചുപോയി. കാര്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അതാണ് നമ്മുടെ ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അലറി കൂവുകയായിരുന്നു നമ്മുടെ ഇയോൺ ചിയോണിന് വേണ്ടി. ഇയോൺ ചിയോൺ, 24ാമത്തെ കൾട്ട് ലീഡർ, താങ്കൾ എന്തായാലും ഹെവൻലി ഡീമൺ അതോറിറ്റി ഇതാ റിസീവ് ചെയ്യുകയാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ മുട്ടുകുത്തി നിന്നു. ഞാൻ ദി ഗ്രേറ്റ് ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിലെ ബ്ലഡ് ലൈൻ ആയിട്ടുള്ള ഇയോൺ ചിയോൺ ഇതാ ഹെവൻലി ഡീമൻ്റെ അതോറിറ്റിനെ റിസീവ് ചെയ്യുന്നു. അവൻ ആ ടോർച്ച് നൽകൂ. യെസ് സാർ. ഈ സമയത്ത് ഹിയോബോങ് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. എന്നാൽ അവൻ നന്നായിട്ട് തന്നെ വിറക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് സബോർഡിനേറ്റ് ഹിയോബോങ്, നീ എല്ലാ സിറ്റുവേഷനിലും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. അത് ഒരു ചോദ്യം പോലും ചോദിക്കാതെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കാതെ തന്നെ. കൾട്ടിലുണ്ട്, കൺഗ്രാജുലേഷൻസ്. ഞാൻ ഒരിക്കലും ഇത് മറക്കത്തില്ല. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ സമയത്ത് ഇങ്ങോട്ടെ അവൻ്റെ കയ്യിൽ നിന്ന് ആ ടോർച്ച് മേടിച്ചിട്ട് പറയും ചെയ്യും, നീ പേടിക്കേണ്ട, എനിക്കും അത് തന്നെയാണ്. മൈ ലീഗ്.
ആ സമയത്ത് ഇയോൺ നേരെ ആ ടോർച്ച് മുമ്പിലേക്ക് നീട്ടിയ പിന്നെ കാണുന്നത് നീല കളറിൽ ആളിക്കത്തുന്ന ഡിവൈൻ ഫ്ലെയിംസ് ആണ്. ഞാൻ എൻ്റെ ജീവൻ സീക്രട്ട് ഫ്ലെയിംസിൻ്റെ മുമ്പിൽ അർപ്പിക്കുകയാണ്. എനിക്കിനി ജീവിതത്തിനോടോ മരണത്തിനോടോ ഒരു അറ്റാച്ച്മെന്റ് കാണുന്നതല്ല. ഞാൻ ഇരുട്ടുള്ള പാതയിൽ തിളങ്ങുന്നതായിരിക്കും, വഴികാട്ടിയാകുന്നതായിരിക്കും ആർക്കും സഹായമില്ലാത്തവർക്ക്. ഇതേ സമയം തന്നെ അവരെല്ലാവരും ഉച്ചത്തി അലറുന്നുണ്ട്. അതും കൂടാതെ ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തിനെ ഞാൻ ഇനി മുതൽ ബഹുമാനിക്കുന്നതാണ്. ഹെവൻലി ഡീമന്റെ അതോറിറ്റി പ്രകാരം ഞാൻ ഹെവൻലി ഡീമന്റെ ടൈറ്റിലെ ഇയോൺ ചിയോന്, അതായത് കറന്റ് ആയിട്ടുള്ള ലോഡും ദി യങ് ലോഡിനും കൈമാറുകയാണ്. 24th കൾട്ട് ലീഡറായുള്ള ചിയോൺ ഇയോൺ, താങ്കളിതാ ഈ ക്രൗൺ റിസീവ് ചെയ്യുന്നു. ആ സമയത്ത് അവൻ നേരെ തലകുനിച്ച് നിൽക്കുകയും ചെയ്യും. പെട്ടെന്നാണ് ഒരാൾ അവിടേക്ക് നടന്നു വന്നത്. അല്ല, ഇതാരാണ്? ആ ഒരു വ്യക്തി അവൻ്റെ തലയിലേക്ക് ആ ഒരു കിരീടം അണിയിക്കുന്നുണ്ട്. അല്ല, എനിക്ക് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് മാർഷൽ ആർട്സിൻ്റെ പവർ നിന്ന് തന്നെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഇതേതെങ്കിലും സാധാ മനുഷ്യനാണോ? ആ സമയത്ത് പതുക്കെ ഇയോൺ തൻ്റെ തല പൊക്കി നോക്കുകയും ചെയ്യും. അപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. യങ് ലോഡ്, അല്ല ഐ എം സോറി മൈ ലോഡ്, കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഉറപ്പാണ് ലേഡി ഹുവ ഇപ്പം എന്തായാലും താങ്കളെ നോക്കി മുകളിൽ നിന്ന് സന്തോഷിക്കുകയായിരിക്കും. അടുത്ത സെക്കൻഡ് അവനൊരു വാക്ക് പോലും പറയാതെ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കേണ്ടായി. ഗാഡ് ജാൻ, ഇതിൻ്റെ സബോർഡിനേറ്റ്സ് എന്ന പ്രസന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ഞാൻ എൻ്റെ താങ്ക്സ് അർപ്പിക്കുന്നു. പിന്നെ കാണുന്നത് ഇയോൺ നേരെ മുന്നിലേക്ക് നടക്കുന്നതാണ്. അവൻ തന്നെ സോഡ് എടുക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആയി, ഈവൻ നമ്മുടെ ഗിയും. പിന്നെ കാണുന്നത് ആ സോഡ് അവൻ നേരെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചതാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഉച്ചത്തി അലറുകയും ചെയ്യും. ഹെവൻലി ഡീമോണിക് കൾട്ട് വിജയിക്കട്ടെ, ഹെവൻലി ഡീമോണിക് കൾട്ട് വിജയിക്കട്ടെ. അങ്ങനെയാണ് ഹെവൻലി ഡീമന്റെ രണ്ടാമത്തെ ജനറേഷനും നമ്മുടെ 24ാമത്തെ കൾട്ട് ലീഡറും ജനനം കൊണ്ടത്. ഈ ഒരു റെക്കോർഡ് ബേക്കർ എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻ സെക്ട് അത് ഹിസ്റ്ററിയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. കാര്യം മുറിവിൽ തന്നെ ഇതെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം അന്നായിരുന്നു ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിൽ നിന്ന് ഒരു ഡീമൻ ഗോഡ് ജനനം കൊണ്ടത്. അങ്ങനെ വിന്റർ സീസൺ കടന്നു. ഇപ്പോൾ സ്പ്രിംഗ് എത്തിയിരിക്കുന്നു. നമ്മുടെ ഇയോൺ ചിയൻ കൾട്ട് ലീഡറായിട്ട് 3 മാസം കടന്നിരിക്കുന്നു. ഈ സമയം കൊണ്ട് തന്നെ ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ട് കംപ്ലീറ്റ്ലി തലകുത്തിനെ മാറിയിരുന്നു. കംപ്ലീറ്റ് ചേഞ്ചസ് ആയിരുന്നു കൾട്ടിൽ ഉണ്ടായത്. ആദ്യം തന്നെ ഓരോ പോളിസിനെ പറ്റിയുള്ള അപ്രൂവലായിരുന്നു. എല്ലാവരും ആദ്യം എതിർത്തെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ മുമ്പിൽ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഫൈനലി അതെല്ലാം തന്നെ അപ്രൂവ് ആകുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ സർവൈവലാണ് ഏറ്റവും ഫിറ്റസ്റ്റ് ഉള്ള കാര്യം. അതുകൊണ്ട് ഇനി ഞാൻ സ്ട്രെങ്തിനും സ്കില്ലിനും ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടും പോകുന്നത്. അദ്ദേഹത്തിന്റെ സ്പീച്ച് പ്രകാരം സെക്ട് ലീഡേഴ്സ് എല്ലാവരും തന്നെ ഒന്ന് പതറി. കാര്യം ഇനി മുതൽ അതെല്ലാം നിയന്ത്രിക്കാൻ പോകുന്നത് സ്ട്രെങ്തിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് സ്മോൾ സെറ്റിൽ എല്ലാവർക്കും ഒരു ബിഗ് ആയുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുമായിരുന്നു മുകളിലേക്ക് ഉയരാനായിട്ട്. എന്നാൽ ഇതേ സമയം തന്നെ ബിഗ് സെറ്റ്സിന് എല്ലാവർക്കും തന്നെ അതൊരു ഭീഷണിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിനിയും ട്രെയിൻ ചെയ്തുകൊണ്ട് അവരിനി മുകളിലേക്ക് ഉയരാൻ മാത്രമേ നോക്കത്തുള്ളൂ. 2 മാസത്തിന് മുമ്പ് കൾട്ട് ലീഡർ എൽഡേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് അതൊരു ടൂർണമെന്റ് പോലെയായിരുന്നു. എന്നാൽ ഈ ടൂർണമെന്റിൽ വിജയിക്കുന്നതനുസരിച്ചായിരുന്നു അവിടെ സ്ട്രെങ്തും അതുമാത്രമല്ല റാങ്കും നിയന്ത്രിക്കാൻ പോകുന്നത്. ഇതിനുള്ള മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അൾട്ടിമേറ്റ് ഉള്ള സുപ്രീം പീക്കിലേക്ക് എത്തണമെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു എൽഡർ ആകാനായിട്ട് ഇവല്യൂഷനിലെ ലെവലിലേക്ക് എത്തണം. എന്നാൽ ഇപ്പം നിൽക്കുന്ന സാഹചര്യം പിന്നെ ബാക്കിയുള്ള ഫസ്റ്റ് ടൂർണമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് റിക്വയർമെന്റ്സ് ഒന്ന് ചെറുതായിട്ട് കുറച്ചത് തന്നെ. എന്നാൽ കൾട്ടിലുള്ളവർക്ക് മാത്രമല്ലായിരുന്നു ഈ ഒരു ടൂർണമെന്റ് അവർ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏകദേശം 45 പേരാണ് എൽഡേഴ്സ് ആകാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തത്. അതിൽ തന്നെ 32 പേര് പ്രിലിമിനറീസ് പാസ്സാകുകയും ചെയ്തു. ആൻഡ് ഇത്രയും നാൾ ഹിഡൻ ആയിട്ടിരുന്ന മാർഷൽ ആർട്ടിസ്റ്റും ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിലൊരായിരുന്നു മോങ് മു, അതായത് മോങ് ഓയുടെ ഫസ്റ്റ് സൺ. അവർ രണ്ടുപേരും ദി ഡ്രീം സോഡ് സെക്ട് ആയിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ഇവല്യൂഷണറി ലെവലിലുള്ള 2 മാർഷൽ മാസ്റ്റേഴ്സ് ആണ് ഒരൊറ്റ സെക്റ്റിലുള്ളത് തന്നെ. മോങ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് അവൻ പ്രൂവ് ചെയ്ത ഒരാളാണ്. അക്കാഡമിയിലെ ലാസ്റ്റ് ബാച്ചസിൽ ഒരാൾ കൂടിയായിരുന്നു. അവനായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നേരെ പോയത് ഗുങ്സോ പ്രൊവിൻസിലേക്കായിരുന്നു. അത് സൗത്ത് ഫ്രഞ്ച് റീജിയനാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവിടെ സ്ഥിരമായി തന്നെ യുദ്ധങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സോ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു താല്പര്യം പ്രകാരമാണ് അവൻ അവിടേക്ക് പോയത്. രണ്ടാമതെന്ന് പറയുന്നത് ഈസ്റ്റേൺ ബ്രാഞ്ചിന്റെ ലീഡറായ യാങ് ആയിരുന്നു. യാങ് ഡാൻഹോ. അവൻ ശരിക്കും ഒരു ട്രൂ എവല്യൂഷണറി ലെവലാണെന്നുണ്ടായത്. അത് മാത്രമല്ല, അവൻ മെയിൻ കൾട്ടിൽ കൂടെ ആയിരുന്നെങ്കിൽ കൂടിയും അവന് ബാറ്റിൽ ഫീൽഡിലായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ മാറ്റിവെച്ച് അവൻ നേരെ മുറും അലയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന മുമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി സൈലന്റ് ആയി. എന്നാൽ ഇപ്പോൾ ആ ഒരു സുപ്രീം അല്ല സേബർ സെക്ട് ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ അവൻ വീണ്ടും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ തിരിച്ചു വരികയും ചെയ്തു. പിന്നെ മൂന്നാമതായിട്ടുള്ളതെന്ന് പറയുന്നത് മറ്റൊരാളായിരുന്നു. അത് നമ്മുടെ ഗ്രാൻഡ് ഗാർഡിയൻ തന്നെ റെക്കമെൻഡ് ചെയ്ത ഒരാളാണ്. എനിക്കൊരു സജഷൻ ഉണ്ട്. സിയോഡിയൻ ഹിസ്റ്റോറിക്കൽ സോട്ട്സിക്കിലാണ് അവരും കൂടെ ഒരു ചാൻസ് കൊടുക്കണം. കാര്യം കഴിഞ്ഞ 15 വർഷമായിട്ട് അവൻ ഇവിടുന്ന് ബാനിഷ് ചെയ്തതാണ്. ബാനിഷ് ചെയ്യുന്നു ആര്, എന്തിന്? സത്യം പറഞ്ഞാൽ അവനെ പറ്റി ഇവിടെയുള്ള എല്ലാ എൽഡേഴ്സിനും തന്നെ അറിയാം. ഹിസ്റ്റോറിക്കൽ സോട്ട്സെക്ട് നമ്മുടെ ഹിസ്റ്ററിനെ പറ്റി അവരാണ് കൂടുതലായിട്ട് പഠിക്കുന്നതും ചെയ്യുന്നതൊക്കെ. എന്നാൽ അവരുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൻ്റെയൊക്കെ നമ്മുടെ ഷാഡോ സെറ്റ് കംപ്ലീറ്റ്ലി വീണ്ടും ഇന്റർഫിയർ ചെയ്തുകൊണ്ട് ഒരു ദിവസം ഷാഡോ സെറ്റിനെ അവർ നേരെ ആംബുഷ് ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെ ഷാഡോ സെറ്റിൻ്റെ ഒരു സ്പൈ ഉണ്ടായിരുന്നു. ഈ കാര്യം ഷാഡോ സെക്ട് അറിയാം. ഇന്ന് നേരെ ഡയറക്റ്റ്ലി പോയി നമ്മുടെ ഹോൾ സെക്ടിൻ്റെ അടുക്കെ പറയുകയുണ്ടായി. ഒരു ആംബുഷ് അന്ന് കംപ്ലീറ്റ്ലി ഫെയിലായി. അത് മാത്രമല്ല ഷാഡോ സെറ്റിൻ്റെ ലീഡർ നമ്മുടെ നേരെ കൾട്ട് ലീഡറിൻ്റെ അടുക്കലാണ് കാര്യം പറഞ്ഞത് കൂടിയും. അതുകൊണ്ട് തന്നെ സിയോഡങ്ങിനെ ബാക്കിയുള്ളവരെ എല്ലാവരും അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. സിയോഡങ്ങാട്ടെ കംപ്ലീറ്റ്ലി ലോയിലായതുകൊണ്ട് തന്നെ അവൻ തിരിച്ചൊന്നും ചെയ്യാനും നിന്നില്ല. പിന്നെയുള്ള ഇതിനാണ് 6 സെറ്റ്സും കൂടെ ഒരുമിച്ച് തീരുമാനമെടുത്ത് അവൻ നമ്മുടെ കൾട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. 15 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവനെന്തായാലും നമുക്ക് ഗ്രേറ്റ് ഉള്ള ഒരു സ്ട്രെങ്ത് തന്നെയായിരിക്കും ഈ ഒരു 6 ഗ്രേറ്റ് സെക്സുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ അതോറിറ്റി വെച്ചുകൊണ്ട് അവനെ തിരിച്ചു വിളിച്ചേക്ക്. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കൂ. യെസ് സാർ. അങ്ങനെയാണ് 15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആ ഒരു മെയിൻ കൾട്ടിന്റെ ഒരു ലീഡറായുള്ള സിയോഡിയങ് നേരെ തിരിച്ചെത്തിയത്. ഹെവലി ഡീമൺ ഡിവൈൻ കൾട്ടിലെ സെക്കൻഡ് ലോളിന്റെ ആ ഒരു ജനനം കൊണ്ട് തന്നെ കൾട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരുന്നു. അങ്ങനെ ആ ഒരു ടൂർണമെന്റ് എത്തി ആ ഒരു എൽഡേഴ്സിന്റെ പൊസിഷൻ അറിയാനായിട്ട്. സത്യം പറഞ്ഞാൽ പൊസിഷൻ കംപ്ലീറ്റ്ലി എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. റാങ്കിങ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരുന്നു. ഷാഡോ സെറ്റും സോഡ് സെറ്റും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സേബർ സെക്ടിന്റെ ലീഡറല്ല ബൂ ആയിരുന്നു അവൻ വിചാരിച്ചത് അവനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന്. എന്നാൽ സെക്കൻഡ് റൗണ്ടിൽ തന്നെ അവൻ തോക്കുകയുണ്ടായി. സിയോഡങ് ഹിസ്റ്റോറിക്കൽ സോഡ് സെക്ടിലെ അവൻ ഇയോൻ മുഹാനെ ഡിഫീറ്റ് ചെയ്തു. ഇയോൻ മുഹാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ദി സോഡ് ഡീമനുള്ള 24 ഡിമോണിക് സോഡ്സ് ടെക്നിക്ക് കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്തതാണ്. അങ്ങനെ അവൻ അതായത് സിയോഡിയങ് ഫസ്റ്റ് എൽഡറായിട്ട് സ്ഥാനമേറ്റെടുത്തു. കഴിഞ്ഞ 15 വർഷം അവനെ ബാനിഷ് ചെയ്തെങ്കിൽ കൂടിയും അവൻ അവൻ്റെ മാർഷൽ ആർട്സ് വീണ്ടും ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് അൾട്ടിമേറ്റ് ആയുള്ള ഇവല്യൂഷനിലെ പീക്കിലേക്ക് അവൻ എത്തിയിരുന്നു. അങ്ങനെ സെക്കൻഡ് എൽഡറായിട്ട് നമ്മുടെ ഇയോൻ മുഹോന, തേർഡ് എൽഡറായിട്ട് മുൻ ഇയോനെ, ഫോർത്തായിട്ട് യാങ് ഡാൻ വായിനെ, ഫിഫ്ത്തായിട്ട് ബൂവിനെ, സിക്സ്തായിട്ട് നോങ് മൂവിനെ, സെവന്തായിട്ട് ഹ്വാങ് ഈനെ, എയ്ത്തായിട്ട് മോങ് ഓയിനെ, നയൻതായിട്ട് സിമ ഈനെ ആൻഡ് 10ായിട്ട് ജാഗ്യുമെനെ, പിന്നെ 11ായിട്ട് നമ്മുടെ ഹാങ് യോസിനെ, പിന്നെ 12ാമത്തെന്ന് പറയുന്നത് ഗു ജി യോങ് ആയിരുന്നു. അവനോട് വരാനുള്ള കാര്യം അവനൊരു ഇവല്യൂഷണറി ലെവലിലല്ലെങ്കിൽ കൂടിയും അവന് ടൂർണമെന്റിൽ കാഴ്ചവെച്ച ആ ഒരു സ്ട്രെങ്ത് കാരണമാണ്. 500 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൾട്ടിനെ തന്നെ ഇത്രയധികം ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടൈം വേറെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇയോൻ ചിയോൺ മറ്റൊരു ബിഗ് ഉള്ള ഒരു പ്രപ്പോസൽ വെക്കുകയും അത് കാരണം തന്നെ എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്തു. അതായത് ഓരോ 5 വർഷങ്ങൾ കൂടാൻ നേരത്ത് ഈ ഒരു ടൂർണമെന്റ് വീണ്ടും സംഘടിപ്പിക്കുന്നതായിരിക്കും. എൽഡേഴ്സിന്റെ പൊസിഷൻ വീണ്ടും ചേഞ്ച് ആകുന്നതായിരിക്കും. ഇത് സത്യം പറഞ്ഞാൽ അവരെ കംപ്ലീറ്റ്ലി മോട്ടിവേറ്റ് ചെയ്തിരുന്നു. കാര്യം ഇപ്പോൾ ഉള്ളവർക്ക് അവരെ വീണ്ടും മുകളിലേക്ക് പുഷ് ചെയ്യാനും അതുമാത്രമല്ല താഴ്ന്നു പോയവർക്ക് വീണ്ടും മുകളിലേക്ക് ഉയരാനായിട്ട് ഒരു ചാൻസ് ആയിരുന്നത്. എന്നാൽ ഇതുണ്ടായത് എൽഡേഴ്സിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല, നമ്മുടെ ഇയോൻ ചിയോൻ്റെ ആ ഒരു 6 സോഡ്സ് ഉണ്ടല്ലോ അവരുടെ ഇടയിലും ഇതുണ്ടാകുകയും ചെയ്തു. അതുമാത്രമല്ല അവിടേക്ക് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരിയധികം പേര് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആദ്യമൊക്കെ അക്കാഡമിയിലുള്ള ആൾക്കാർ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതങ്ങനെയല്ലായിരുന്നു. ഈ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ പ്രൊഫസർ ഹോയ്ക്ക് വരെ എത്തിപ്പെടാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ അവരെല്ലാവരും അത് എഗ്രി ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ മാറ്റങ്ങളൊന്നും വരാതെ അൺചേഞ്ച് ആയിട്ട് കിടന്ന ഒരു പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹെവൻലി ഡീമിൻ്റെ ആ ഒരു ഗാർഡിയൻ പൊസിഷനായിരുന്നു. ലെഫ്റ്റും റൈറ്റും പിന്നെ നമ്മുടെ ഹെഡ് ഗാർഡിയൻസും. ഇയോൻ ചിയോൺ കൾട്ട് ലീഡറായ ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ നമ്മുടെ സുപ്രീം സേബർ സെറ്റുമായിട്ട് പലതവണ യുദ്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല ഒരു ന്യൂസും കിട്ടിയിരുന്നു. ഈ സുപ്രീം സേബർ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ഫുജങ്ങനും സെജങ്ങിന് ഇടയിലാണെന്ന്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എൽഡർ 5th 10th ആൻഡ് 11th ഇവരെല്ലാവരും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് അവിടെ പോവുകയും ചെയ്തിരുന്നു. അവർ വിചാരിച്ചത് ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്നാണെങ്കിലും അവിടെ വളരെ ചെറിയൊരു ഫോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഡാർക്ക്നെസ് സെക്റ്റിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ വെച്ച് നോക്കാൻ നേരത്ത് അവരെല്ലാവരും തന്നെ അവിടുന്ന് മാറുകയും ചെയ്തിരുന്നു. കാലത്തേക്ക് അവരിന്ന് ഒളിച്ചിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സുപ്രീം സേബർ 6 മാർഷൽ ആർട്സ് കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഉപകാരം ഉണ്ടായല്ലേ. ഇതെന്തായാലും നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടെ സ്പ്ലിറ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ ഒരു മാസത്തിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് മുറിമിൽ നിന്ന് കുറച്ച് പേര് ഈ എണ്ണ കാണാനായിട്ട് വന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പുതിയ കൾട്ട് ലീഡറിനെ ആ ഒരു പ്രശംസ ചെയ്യാനായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ നടത്താനുള്ള ആ ടൂർണമെന്റ് കുറച്ചുകൂടെ ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂർണമെന്റ് അതൊന്ന് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഫോർമേഷൻ ശരിക്കും ലീക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ സുപ്രീം സേബറിന്റെ സ്പൈസസ് ഇപ്പോൾ തന്നെ അവരുടെ അലയൻസിന്റെ അകത്തുണ്ടെന്നാണ്. ശരിയാണ്, അവരെന്തായാലും കംപ്ലീറ്റ്ലി ഒരു ടഫ് സ്പോയിലായിരിക്കുമല്ലോ ഉള്ളത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെപ്പോലെയല്ല. കാര്യം അവരുടെ കീഴിൽ ഇപ്പോഴും തന്നെ കൺട്രീസും അലയൻസും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ കൾട്ട് മാത്രമേ ഉള്ളല്ലോ. ഇനി അതൊക്കെ മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമോണിക് ഫിസിഷ്യൻ്റെ സഹായത്തിൽ കൂടി ഒപ്യവും യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു 6 മാർഷൽ ആർട്സിൻ്റെ സ്പൈസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ബുൾവിയും പിന്നെ പേഹ്യോണല്ലോ അവരൊക്കെ സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് കുറച്ചുകൂടെ സമയം വേണ്ടി വന്ന പ്രോസസ്സായിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് നീണ്ടുപോക്കൊണ്ടേയിരുന്നു. എന്നാൽ ഡിമോണിക് ഫിസിഷ്യനും കൗണ്ട്ലെസ് അല്ല ഫിസിഷ്യനും എല്ലാവരും തന്നെ നമ്മുടെ സുപ്രീം ലോഡിനെ ട്രീറ്റ് ചെയ്തിട്ട്, അതായത് ചിയോൺ യൂജോങ്ങിനെ ട്രീറ്റ് ചെയ്തിട്ടും അദ്ദേഹം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹം ഉറക്കത്തിൽ തന്നെയാണ്. അദ്ദേഹം എഴുന്നേക്കുന്നുമില്ല. എപ്പോൾ എഴുന്നേക്കുമെന്ന് ആർക്കും പറയാനും സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇയോൺ ചിയോണോട്ടെ നമ്മുടെ ഡിവൈൻ ഫിസിഷ്യനെ ഇവിടേക്ക് വിളിക്കാനായിട്ടും ആലോചിക്കുന്നുണ്ട്. മൈലോഡ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വെച്ച് നോക്കാനടുത്ത് കുറച്ചൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിവൈൻ ഫിസിഷ്യനുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അത് അബാൻഡൻ സോളിലാണുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഹേബി പ്രൊവിൻസ് അത് വുഡൻസെക്കിൻ്റെ ജേഗൽ ക്ലാൻ്റെ കീഴിലാണ്. അല്ല, അത് കൗണ്ടിലെ കുറച്ച് സ്റ്റിക്കുള്ള കാര്യമാണല്ലോ. കാര്യം നമ്മൾ മാത്രമല്ല, ഓർത്തഡോക്സ് മുറിമും അലയൻസും എല്ലാവരും തന്നെ ഇതിൻ്റെ പുറകെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ കേട്ടുള്ളത് ഡിവൈൻ ഫിസിഷ്യന് മരിച്ചൊരു വ്യക്തിയല്ലാതെ ബാക്കി ആരെ വേണമെങ്കിലും അത് ഇതിനെ ക്യൂർ ചെയ്യാൻ സാധിക്കുമെന്നല്ലേ. അപ്പോൾ അതെന്തായാലും കുറച്ച് റിസ്കി ആയിരിക്കും. അല്ല, എങ്കിൽ നമുക്ക് കുറച്ച് എലൈറ്റ്സിനെ അവിടേക്ക് അയച്ചാലോ? കുറച്ച് ലൈറ്റ്സോ? അതെ, ഇപ്പോഴും പുറം ലോകം അറിയാത്ത കുറച്ചധികം മാർഷൽ ആർട്ട് മാസ്റ്റേഴ്സ് നമ്മുടെ കൂടെ ഇല്ലേ, അവരവിടേക്ക് അയച്ചാൽ പോരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിൽ. അങ്ങനെയാണ് സെക്കൻഡ് എൽഡറായുള്ള ഇയോൺ മൂഫയും പിന്നെ നമ്മുടെ 6 സോഡ്സിലെ നമ്മുടെ സാങ്ങും അതേപോലെ തന്നെ ബേഗ്ജി അവിടേക്ക് പോയത് ഒരു ടീം എന്ന രീതിയിൽ, സ്പെഷ്യൽ ടീം എന്ന നിലയിൽ. ഇയോൺ മൂഹ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് അല്ല റോളായിരുന്നു. കാര്യം അവളെന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. അതുമാത്രമല്ല, കറൻലി അവളൊരു ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് അവളെ തിരിച്ചറിയത്തുമില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് ടൈമാണ്. ആ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ വാങ്ങാട്ടെ ഒരു പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവനെ സഹായിച്ചുകൊണ്ട് നമ്മുടെ 6 സോഡ്സിൽ ബാക്കിയുള്ളവരും അവിടേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഗിയോക്ക അവളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇത്ര ഫാസ്റ്റ് ആയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ പകുതി ഇന്റർണൽ എനർജി പോലും യൂസ് ചെയ്യുന്നില്ലല്ലോ. ദി ലോഡ് കംപ്ലീറ്റ്ലി ഫാസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഇതെന്ത് തരത്തിലുള്ള യുണീക്കുള്ള ഫുഡ് വർക്കാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കാണുന്നിടത്ത് ശരിക്കും സിമ്പിളാണ്. പക്ഷേ എന്നാൽ അത് യൂസ് ചെയ്ത് കഴിയുന്നിടത്ത് അവർ ഇന്റൽ എനർജി പിന്നെ ദി വിൻ ഗോഡ് സ്ട്രൈക്കും യൂസ് ചെയ്യും. എന്നാൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് മാത്രം അത് കംപ്ലീറ്റ്ലി ഗസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഈവൻ അവർക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട്. നീ വെയിറ്റ് ചെയ്യ്, ഒരു ടൈം കിട്ടും. കിട്ടി. അടുത്ത സെക്കൻഡ് വാങ്ങൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇവനത് ഡോഡ്ജ് കൊണ്ട് ഒരു പഞ്ച് അങ്ങോട്ട് ചെയ്യും. അവൻ്റെ 3 വാരിയിൽ അങ്ങോട്ട് ഒടിഞ്ഞു പോകുകയും തെറിച്ച് പോവുകയും ചെയ്യും. എന്നാൽ അവിടെ കൊണ്ട് നിർത്തില്ല, ഒരു കിക്ക് ചെയ്ത് അവനെ നേരെ ദൂരത്തേക്ക് പറപ്പിക്കുന്നുണ്ട്. അവനവിടെ ചെന്ന് ഒരു മതിലിടിച്ച് നിലത്തേക്ക് വീഴുന്നുമുണ്ട്. നാശം, ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ടെക്നിക് കംപ്ലീറ്റ്ലി പ്രശ്നമാണ്. അത് മാത്രമല്ല, ഈ ഒരു എബിലിറ്റി, ഈ ഒരു മാർഷൽ ആർട്ട് അത് എന്താണ് യൂസ് ചെയ്യുന്നത്? ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കൂടുതൽ മാർഷൽ ആർട്ട്സോ ഫിസിക്കൽ ടെക്നിക്കോ ഒന്നുമല്ല അദ്ദേഹം യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ഈ സമയത്ത് ഞാനോ പറയും ചെയ്യും, ബോക്സിംഗ്, വിൻ ഗോഡ് സ്ട്രൈക്ക് ആൻഡ് തായ്ക്കൂണ്ട ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റ് 75% കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇതെന്തായാലും നന്നായി. ഞാനും കൂടെ കൂടുതലാകുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പോരാ, ഞാൻ ഇനിയും സ്ട്രോങ്ങറായി മാറണം. എന്നെ കേട്ട് സ്ട്രോങ്ങർ ആളവരിട്ട് ഫൈറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എന്തുമാത്രം വീക്കാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇനിയും സ്ട്രോങ്ങറായി മാറണം. എങ്കിൽ മാത്രമേ എനിക്കിനി ഹയസ്റ്റ് ലെവലിലേക്ക് എത്താനും സാധിക്കത്തുള്ളൂ. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.